എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അച്ചിങ്ങയും കോവക്കയും കൂടി മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. നോക്കിയപ്പോൾ സാമ്പാർ കിറ്റ് മേടിച്ചപ്പോഴത്തേക്കും കുറേ അധികം അച്ചിങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ അച്ചിങ്ങ വെറുതെ ആയിട്ട് മെഴുക്കുവരട്ടണ്ടെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ വീട്ടിൽ തന്നെ ആയ കോവക്ക ഉണ്ടായിരുന്നു ഇച്ചിരി. അപ്പോൾ രണ്ടും കൂടി ഇട്ട് ഒരു അസാധ്യമായ രുചിയിലുള്ള നമുക്ക് അടിപൊളി മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അച്ചിങ്ങയിൽ പൊളിക്കാനുള്ള അച്ചിങ്ങയുണ്ട്, പിന്നെ ഒടിച്ചെടുക്കാനുള്ള അച്ചിങ്ങയുണ്ട് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ വലിയ ഉണ്ട കോവക്കയാണ്, അത്യാവശ്യം നല്ല വലിയൊരു കോവക്കയാണ്. ഇത് കണ്ടോ, കോവക്കയുടെ വള്ളി അവിടെ തൂങ്ങിക്കിടക്കണുണ്ടോ? വളരെ ചെറിയൊരു വള്ളിയാണ്, അതിൽ കുറച്ചധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള പാകത്തിനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പച്ചിങ്ങ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എടുത്തായിരുന്നു. കാരണം അത് നമ്മൾ സാമ്പാറിൻ്റെ കിറ്റിൻ്റെ ഒപ്പം മേടിച്ചതാണല്ലോ. അപ്പോൾ നല്ല ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് പൊളിക്കാനുള്ള പൊളിക്കുകയും ചെയ്തു, ഒടിച്ചെടുക്കാനുള്ള ഒടിക്കുകയും ചെയ്തു. പിന്നെ ഇതാ നമ്മുടെ കോവക്ക, നാടൻ കോവക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. ഇതാ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, സവാള എന്നിവ ഇട്ട് കൊടുക്കാം. ഉള്ളി എടുത്താലും മതി, ഇപ്പോൾ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലേക്ക് വേണമെങ്കിൽ ഇടാം, അതും ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. പിന്നെ തേങ്ങയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നാണ്, തേങ്ങാപ്പീരയൊക്കെ. പക്ഷേ അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിള്ളേരും കഴിക്കില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മെഴുക്കുവരട്ടിയാണിത്. നല്ല ടേസ്റ്റുമാണ്. കോവക്കയുടെ ടേസ്റ്റൊക്കെ ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാ വെറുതെ വർത്താനം പറഞ്ഞ സമയം കളയുന്നില്ല. ഇപ്പോൾ സവാള ഇട്ടു, എല്ലാം ഇട്ടു. അപ്പോൾ നമ്മളിനി പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതാ സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കണില്ല. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. കാരണം മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പച്ചപ്പ്, ആ പച്ചയൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അല്ലാണ്ട് കുറേ മുളക് പൊടി വാരിയിട്ടിട്ട് കളറൊക്കെ മാറ്റി ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കില്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും ആ വെജിറ്റബിളിൻ്റെ അതേ കളർ കിട്ടാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ്. അല്ലാണ്ട് കുറേ മുളക് പൊടി വാരിയിട്ട് എരിവും കൂട്ടി എന്തിനാ വെറുതെ, അതിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. ഇതായിപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്കയും അച്ചിങ്ങയും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് ആവി ഒന്ന് കയറ്റിയെടുക്കുക ഒന്ന്. ഞാൻ ഇന്ന് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് ഞാൻ തേങ്ങാക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനാണ്. അപ്പോൾ തേങ്ങാക്കഞ്ഞിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അറിയാത്തവരുണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റൊക്കെ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ ധൈര്യത്തോടെ പറയണം. തേങ്ങയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ അച്ചിങ്ങയും കോവക്കൊക്കെ ഒരു പാതി വേവാവില്ലേ, ആ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കത് ഇഷ്ടമല്ല, ഇടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇപ്പോൾ ആയിട്ടുണ്ട്. കണ്ടോ, ആ പച്ചപ്പും ഒക്കെ ആ നാച്ചുറൽ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തേങ്ങാക്കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തേങ്ങാക്കഞ്ഞി. തേങ്ങ ഇട്ടതല്ല, തേങ്ങ അരച്ചിട്ട് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ടുള്ളതാണ്. അതാകുമ്പോൾ കുടിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റും നമുക്കൊരു തടസ്സം ഉണ്ടാവില്ലല്ലോ കഴിക്കാനായിട്ട്. ഇങ്ങനെ തരിയിരിപ്പ്, ഇങ്ങനെ തേങ്ങയുടെ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരി, ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ.